സുഹൃത്തുക്കളെ നമസ്കാരം. അവിടെ ഒരു സന്തോഷ വാർത്ത കേട്ടോ. നമ്മളൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. സൈക്കിൾ മേടിക്കാനായിട്ട് എറണാകുളത്ത് കടവന്ത്രയിലുള്ള ബൈക്ക് ടൈൽസിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ വാങ്ങിക്കുന്നത് ഞാനല്ല കേട്ടോ. അതെ, അഫിന് ഓൾറെഡി വെലോസിൻ്റെ ഒരു ഡൈനാമിക് എന്നുള്ളൊരു മോഡലുണ്ട്, ഒരു മോണ്ട്ര കോഡുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്ലാറ്റ് ബാറായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു ബ്രാൻഡഡ് ഒരു കിടുക്കാച്ചി സൈക്കിള് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ബ്രാൻഡ് ഏതാണെന്ന്. അപ്പോൾ ബൈക്ക് ടൈൽസിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അഖിലുണ്ട്, പുള്ളീനൊന്ന് മീറ്റ് ചെയ്യണം. പിന്നെ അഫിൻ്റെ ഹൈറ്റ് 73 ആണ് കേട്ടോ, 73 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു പുള്ളി നോക്കുന്നത് നല്ല കംഫർട്ടബിൾ സ്മൂത്ത് ആയിട്ടുള്ള ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് സൈക്കിളാണ് നോക്കുന്നത്. റോഡ് ബൈക്കിലേക്കുള്ള ഒരു ചുവടുമാറ്റം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നമ്മൾ ഓൾറെഡി ഷോപ്പിനകത്താണ് കേട്ടോ, അതിനകത്തേക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കാണിച്ചാലേ. ഇതേ ഇതാണ് കേട്ടോ ആ മോഡല്, നമ്മുടെ ട്രക്കിൻ്റെ ഡൊമൈൻ AL3 എന്നുള്ള മോഡലാണ് കേട്ടോ. അഫിനെ ചിലവുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ അഖില് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ യൂണിസൈക്കിളൊക്കെ ഇപ്പോൾ ഉണ്ടോ റൈഡ്? യൂണിസൈക്കിള് ടാൻഡം സൈക്കിളൊക്കെ എക്സ്പെർട്ടാണ്. അഫിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു റോഡ് ബൈക്ക് നല്ല ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ഇതിൽ താഴെയുള്ളതാണ് നോക്കിയത്. ആദ്യം എത്ര നോക്കിയത്? AL2 ആണ് നോക്കിയത്. അപ്പോൾ വൈഫ് മാരിൻ്റെ അതുകൊണ്ടാ മാരിൻ്റെ ഒരു വണ്ടി നോക്കിയാൽ അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞ് ചേട്ടാ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നേരെ ഇതിലേക്ക് വന്നതാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഫുള്ളി കാർബൺ ബൈക്കൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഖിൽ ഇവിടെ ഉണ്ട്, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി വരാം അല്ലേ. അപ്പോൾ മനോജ് ചേട്ടൻ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മനോജ് ചേട്ടൻ വന്നിട്ടുണ്ടേ. എടാ നമസ്കാരം. കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കളറ് മെർക്കുറി എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ 54 ഇതിൻ്റെ ഒരു ഫ്രെയിം സൈസ് വരുന്നത്. അഫിൻ്റെ ഹൈറ്റ് 173 ആണ്. ഇൻസിൻ ലെങ്ത്തൊക്കെ ഇവർ അളന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വില വരുന്നത് 1,07,000 രൂപയാണ് കേട്ടോ. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ മനോജേട്ടൻ വരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഇത് ട്രക്ക് ഡൊമൈൻ AL3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഈ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് റോഡ് ബൈക്കാണ്. ഇത് ഓൾ റൗണ്ട് റോഡ് ബൈക്ക് എന്ന് നമ്മൾ പറയും. ട്രക്കിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഓൾ റൗണ്ടർ ബൈക്ക് എന്നുള്ളതാണ്. നമുക്കൊരു പ്യുവർ എൻഡൂറൻസ് റൈഡ്, BRMസോ നമുക്ക് ലോങ് റൈഡുകളോ എല്ലാം നമുക്ക് ഇതിന് വളരെ ഇതായിട്ട് ചെയ്യാം. ഒരു ഗ്രാവൽ ബൈക്കിൻ്റെ യൂസ് പോലെ ഇതിനെ ഒരു വളരെ മോശം റോഡിൽ കൂടി ഓടിച്ചാലും ഈ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇതിനകത്ത് ടയർ വരെ നമുക്കൊരു 37C ടയർ വരെ നമുക്ക് ഇതിനകത്തോട്ട് ഇൻഡൾജ് ചെയ്യിപ്പിക്കാം. നമുക്കിത് വരുന്നത് 32 ആണ്, 37 വരെ നമുക്ക് ഇടാൻ പറ്റും. അതേപോലെ ഇതിനകത്ത് എല്ലാ മൗണ്ടുകളും ഉണ്ട്. അതിന് ഫെൻഡർ മൗണ്ട്സ് ഉണ്ട്, ഫ്രണ്ടിൽ വെക്കാൻ റാക്ക് വെക്കാൻ അതിൻ്റെ മൗണ്ട് ഉണ്ട്, ബാക്കിൽ റാക്ക് വെക്കണമെങ്കിൽ അതിൻ്റെ മൗണ്ട് ഉണ്ട്, ബാക്കിൽ ഫെൻഡർ വെക്കാം. ഫ്രെയിമിൽ നമുക്ക് 4 സ്ഥലത്ത് പോയിന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ബാഗ് വെക്കാം, പമ്പ് വെക്കാം, താഴെയുണ്ട്, താഴെ വേണമെങ്കിൽ പമ്പോ വേറെ ബോട്ടിൽ ഹോൾഡർ എന്തെങ്കിലും വെക്കാം. അങ്ങനെ ഒരു 4 ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡിന് പോകുമ്പോൾ ഒരു റൈഡർക്ക് ഏറ്റവും കംഫർട്ടബിൾ പൊസിഷനിൽ, ഒരിക്കലും ഒരു അഗ്രസീവ് പൊസിഷനിലോട്ട് ഈ വണ്ടി പോവില്ല. ഏറ്റവും കംഫർട്ടബിളായിട്ട് പോവാവുന്ന ഒരു ബൈക്കാണ് ട്രക്കിൻ്റെ ഈ ഡൊമൈൻ AL3 എന്ന് പറഞ്ഞ വണ്ടി. സോറ ഗ്രൂപ്പ് സെറ്റാണ് വരുന്നത്. 9 സ്പീഡ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി ഇത് ഫുൾ കാർബൺ ഫോർക്കാണ്. രണ്ടും ത്രൂ ആക്സിൽസ് ആണ്, ഫ്രണ്ടും ബാക്കും രണ്ടും ത്രൂ ആക്സിൽസ് ആണ്. ടെക്ട്രോയുടെ ഏറ്റവും കൂടിയ ഡിസ്ക് ബ്രേക്സ് ആണ്. ഹൈഡ്രോളിക് അല്ല, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്സ് ആണ്. പക്ഷേ ഏറ്റവും നല്ലൊരു മോഡൽ ഡിസ്ക് ബ്രേക്കാണ് ടെക്ട്രോയുടെ. വളരെ പവർഫുൾ ആയിട്ടുള്ള ബ്രേക്കാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കിതിനെ വലിയൊരു കംപ്ലീറ്റ് ഒരു ഓൾറൗണ്ട് ബൈക്കായിട്ട് നമുക്ക് വിശേഷിക്കാം. സീറ്റും അതേപോലെ തന്നെ നമ്മുടെ പുതിയ വരുന്ന പോലത്തെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. നമുക്ക് ഹീറ്റ് നമ്മൾ ഒരുപാട് പതിഞ്ഞിരുന്ന് റൈഡ് ചെയ്യും, കുറേ ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുമ്പോൾ അടിയിൽ നിന്നുള്ള എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഹീറ്റ് ആവില്ല നമ്മുടെ ബംഗ്സ്. അങ്ങനെ അതെല്ലാം വളരെ ഒരു വേഴ്സറ്റൈൽ ബൈക്കായിട്ട് നമുക്ക് ട്രക്ക് ഡൊമൈൻ AL3 നമുക്ക് കണക്കാക്കാം. ഓക്കെ, താങ്ക് യു. വാട്ടർ ബോട്ടിൽ ഹോൾഡർ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മനോജേട്ടൻ സീറ്റ് പോസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫീലാണ്
അതുപോലെ ഒരു പമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ബോൺഡ്രൈജറിൻ്റെയാണ്. 2700 ഇതിൻ്റെ റേറ്റ്. നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ഒരു അഫിനൊരു സാഡിലിൻ്റെ ഒരു ബാഗ്, സാഡിലിന് താഴെ തൂക്കിയിടുന്നൊരു ബാഗാണത്. ഇത് വരുന്നത് 450 ആണ് കേട്ടോ. ഇനി ഒരു ചെയിൻ ലൂബും കൂടി നോക്കണം. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ലൈറ്റ്, റിയർ ലൈറ്റുകൾ, അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, മൾട്ടി ടൂള്, ഹാൻഡ് പമ്പ്, ഗ്രിപ്പ്, അതുപോലെ തന്നെ ഗ്ലൗസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോലൈറ്റ്സ്, ഇതിനകത്ത് 20 ടാബ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മക്കോഫിൻ്റെ പഞ്ചർ കിറ്റ് ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. 6 പാച്ച് ഉണ്ട് അതിനകത്ത്. ഒരു ചെയിൻ ലൂബ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്ക്വാർട്ട് എന്നുള്ളൊരു ചെയിൻ ലൂബാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. 800-നടുത്ത് ഇതിന് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ബോട്ടിലിന് 120 മില്ലി കണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു സെക്ഷൻ വാട്ടർ ബോട്ടിലിനുള്ളതാണ് കേട്ടോ. അപ്പോൾ സിപ്പർ മോഡലൊക്കെ ഉണ്ട്. റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ സുഖമായിരിക്കും. പിന്നെ ഇതേ ഇങ്ങോട്ട് വന്നെയാണെങ്കിൽ ഇതേ മക്കോഫിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു റാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മക്കോഫിൻ്റെയാണ്. ചെയിൻ ക്ലീനർ, ഡീഗ്രീസർ, അങ്ങനെ ഒരുപാട് ചെയിൻ ലൂബ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ടേ. ഈ ഒരു സെക്ഷൻ ഹെൽമെറ്റിൻ്റെ ഉണ്ട്. ജീറോ എന്നുള്ള കമ്പനിയുടെ നല്ല ഹൈ ക്വാളിറ്റി ബെസ്റ്റ് ബ്രാൻഡാണ്. ആ ഒരു ഹെൽമെറ്റൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല പല വെറൈറ്റി മോഡലുകളുണ്ട് കേട്ടോ. ട്രക്ക് കൂടാണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മാരിൻ്റെ തന്നെ ബൈക്കുകൾ അതായത് കോർണറിലൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ബൈക്കുകൾ, ഒരുപാട് കാറ്റഗറിപ്പെട്ട ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അഖിലൂടെ ഉണ്ട്. അഖിൽ നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ പുള്ളി എപ്പോഴും വില്ലിങ്ങാണ്. അപ്പോൾ അഫിൻ്റെ അവിടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡെലിവറിക്കുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയി. ഇനി പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പമ്പ് വെറുതെ ചെക്ക് ചെയ്ത് നോക്കേണ്ട, കാരണം ഇതിന് ഗേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് വർക്കിംഗ് ആണെന്ന് നോക്കിയുള്ളൂ. സംഭവം നല്ല സോഫ്റ്റാണ് പമ്പ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഹാപ്പിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ കാണാം. യെസ്.